ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ റെഡിയായി രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ്. കാണാം. ഇവിടെ അടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ. ഇവിടെ അടുത്തെന്ന് വെച്ചാൽ കാണാൻ അടിപൊളിയാണ്. ഇപ്പൊ ചെന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ എങ്ങനെയാണെന്ന്. നല്ല മഞ്ഞൊക്കെ ഉള്ള ഇതാണെങ്കിൽ സമയമാണെങ്കിൽ നല്ല അടിപൊളിയാണ് കാണാൻ. എന്തായാലും നമുക്ക് പോയി ഒന്ന് നോക്കാം. ഇത് വെയിലൊക്കെ ആയി കേട്ടോ, മഞ്ഞൊക്കെ പോയി കാണാം. പോയി നോക്കാം, നമുക്ക് കാണിച്ചു തരാം വഴി. മുറുക്കാൻ മേടിക്കാൻ പോയേക്കാണ് ഗൈസ്. അപ്പോൾ മുറുക്കാനും ഇത് അമ്പലത്തിലേക്ക് വേണ്ടി ചന്ദനത്തിരിയൊക്കെ. ഞാനിങ്ങനെ മുറുക്കാനൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അങ്ങനെ അവിടുത്തെ മാമൻ ഇങ്ങനെ മുറുക്കാനൊക്കെ ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യുവാണ്. ഞാൻ 3 പൊതി മുറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും പിന്നെ വീട്ടിലിവിടെ അമ്മയും ചേച്ചിയൊക്കെ വെക്കണേന്ന് പറഞ്ഞു. അങ്ങനെ 3 പൊതി മുറുക്കാനായിരുന്നു പറഞ്ഞു. അപ്പോഴേ ഞാൻ മുറുക്കാനൊക്കെ വാങ്ങി ചന്ദനത്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞിട്ട് ഇതുപോലെ മുറുക്കാൻ വെക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിക്കും എന്നാണ് എൻ്റെ പേഴ്സണലി എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രധാന ഇതെന്ന് പറയുന്നത് ഇത് അവിടുത്തെ ദൈവം എന്ന് പറയുന്നത് അപ്പൂപ്പൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അപ്പൂപ്പന് മുറുക്കാനും പിന്നെ മദ്യം ഇത് രണ്ടുമാണ് അവിടുത്തെ ഇത് സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് മേടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയും. എല്ലാവർക്കും അതൊരു വിശ്വാസം തന്നെയാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ കാര്യത്തിൽ പോലും സംഭവം ഇച്ചിരി ഒരു മല പോലെയാണ് കയറി പോകണം ഒത്തിരി ദൂരം. അതും റോഡെല്ലാം നല്ല ടാസ്ക്കാണ്. അതാണ് ഈ വീഡിയോ എല്ലാം നല്ല കുലുക്കം. റോഡെല്ലാം ഇത്തിരി ടാസ്ക് പിടിച്ച ഏരിയയാണ്. ഞാൻ വഴി കാണിച്ചു തരാം. ഇനി അങ്ങോട്ടും ഫുള്ള് കയറ്റമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ഫുള്ള് കയറ്റമാണ്. കയറ്റം കയറി അവിടെ അമ്പലത്തിൽ എത്തണമെങ്കിൽ ഒരു നല്ലൊരു കയറ്റം കയറണം. കയറ്റം കയറി എത്തുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അവിടെ. ഇപ്പൊ വെയിലൊക്കെ വന്നെല്ലാം പോയി കാണും. രാവിലെ ഇറങ്ങിയിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് മഞ്ഞൊക്കെ കിട്ടിയേനെ. പക്ഷെ നടന്നില്ല. ഇന്ന് ഞായറാഴ്ച അല്ലേ, ഇന്നവിടെ കഞ്ഞിയുണ്ട് കേട്ടോ. ഞായറാഴ്ച മാത്രമേ കാണത്തുള്ളൂ, അല്ലാതെ ബാക്കി എല്ലാ ദിവസവും ഒന്നും കാണത്തില്ല. രാവിലെ അതുകൊണ്ട് കാപ്പിയൊന്നും കുടിക്കാതെ കഞ്ഞി കുടിക്കാനായിട്ട് വന്നേക്കോ നമ്മള്. വയറ് ഒഴിഞ്ഞിട്ട് വന്നേക്കാണ്. നല്ല സൂപ്പർ കഞ്ഞിയാണ് കേട്ടോ. എല്ലാം കൂടെ ഇട്ട് പച്ചക്കറി എല്ലാം ഇട്ട് വയ്ക്കുന്ന സൂപ്പർ ഇതെല്ലാം ഇട്ട് അടിപൊളി കഞ്ഞിയാണ്. അതിന് വേറൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് തീരും അവിടെ. തിന്ന് ഒത്തിരി തിരക്കായിരിക്കും. ഞായറാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലും തിരക്ക്. പോരാ ഈ കഞ്ഞിയൊക്കെ ഉള്ളത് കൊണ്ടും എല്ലാം കൊണ്ടും ഞായറാഴ്ച ദിവസങ്ങളിലാണ് അവിടെ കൂടുതലും തിരക്ക് കൂടുതൽ. ഇന്ന് പൊങ്കാലയൊക്കെ കാണും. അവിടെ പൊങ്കാലയൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പൊങ്കാലയൊക്കെ ഉണ്ട്. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു. ഇപ്പം അമ്പലത്തിൽ ചെന്ന് വണ്ടി അവിടെ ഇറങ്ങാൻ പറ്റും. പണ്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും പാറയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ നടന്നു മാത്രമേ കയറി പോകാൻ പറ്റുള്ളായിരുന്നു. നല്ല തേരിയായിരുന്നു. ഇപ്പം അതെല്ലാം വെട്ടി വണ്ടി പോകുന്ന സൗകര്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം നേരെ അങ്ങ് അമ്പലത്തിൽ ചെല്ലാം. നമ്മൾ കുഞ്ഞുനാളിലൊക്കെ പോകുമ്പോഴത്തേക്കും കോമഡി ആയിരുന്നു കേട്ടോ. കുറേ വെള്ളം വിറക് ഒക്കെ എല്ലാം ചുമന്നുകൊണ്ട് പോകണം. പൊങ്കാല ഇടാൻ പോകുമ്പോഴത്തേക്കും എല്ലാം അന്നായിരുന്നു കുറച്ചുകൂടെ നല്ലത്. ഇപ്പൊ നമ്മൾ നേരെ ചെന്ന് അമ്പലത്തിൽ ഇറങ്ങുന്നതുകൊണ്ട് അത്രയ്ക്കുള്ളൊരു ഇതേ ഉള്ളൂ. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. കയറി വരാനൊക്കെ വേറെ ഇതൊക്കെ ഉണ്ട്. ഒത്തിരി വഴിയുണ്ടായിരുന്നു, കുഞ്ഞു കുഞ്ഞു ഇടവഴികൾ പോലെ. ഇപ്പം എല്ലാരും ഇതുവഴി തന്നെയാണ് പോണതും വരുന്നത്. ഇപ്പൊ ഇടവഴി എല്ലാം പോയി, കാട് കയറി നശിച്ചു. വീഡിയോ എല്ലാം കുലുങ്ങിയായിരിക്കും കിട്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വഴിയെല്ലാം ഇത്തിരി മോശപ്പെട്ട വഴിയെല്ലാം ടാറൊന്നും ഇല്ല. ഇനിയാണ് നമ്മള് ഇതിന്റെ പ്രധാനമായ കയറ്റം കയറാൻ പോണത് കേട്ടോ. ഇവിടെ സാധാരണ വണ്ടികളൊക്കെ ഇവിടെ വെച്ചിട്ട് എല്ലാരും നടന്നു പോകാറുണ്ട്. ഇപ്പോഴും നടന്നു കയറി പോകുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ വഴി വെട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നടന്നു കയറി പോകുന്ന ഒത്തിരി പേരുണ്ട്. ഇത് ഇത്രയും വലിയൊരു കയറ്റമാണ്. ഇവിടെ 2 സൈഡും റബ്ബറാ. നമ്മൾ ഈ കയറ്റം കയറി ചെല്ലുന്നത് അമ്പലത്തിലാണ്. വണ്ടി ഇങ്ങനെ കയറാൻ പറ്റൂലായിരുന്നു, വഴിയില്ലായിരുന്നു. ഇവിടെയൊക്കെ പാറ പോലെയൊക്കെ ആയിരുന്നു. നമ്മളിങ്ങനെ നടന്നോണ്ട് പോവാൻ. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. വേണമെങ്കിൽ ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് നടന്നു കയറി പോവാം.
പണ്ട് നമ്മൾ പോകുമ്പോഴേ ഏതാണ്ട് ഇതായിരുന്നു മേലത്തൂടെ ഇരുന്ന് വഴി, മേൽക്കൂടെ കയറി പോവായിരുന്നു. ഇവിടുന്ന് വളഞ്ഞു കയറി പോയാൽ മതി. മുമ്പ് ഇവിടേക്കും കടയില്ലായിരുന്നു, നമ്മൾ താഴെന്ന് വേണം മുറുക്കാനും എല്ലാം വാങ്ങിക്കൊണ്ടുവരാം. പക്ഷെ ഇപ്പൊ ഇവിടെ തന്നെ ഒരു കടയുണ്ട്, അത് നല്ലതാണ്. താഴെ ഏതെങ്കിലും കട തുറന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പാടായിരുന്നു. ഇപ്പം എന്തായാലും ഇവിടെ അമ്പലത്തിൻ്റെതായിട്ട് തന്നെ ഒരു സൈഡിലൊരു കടയുണ്ട്. കേട്ടോ അമ്പലത്തിലോട്ട് വരുന്നത് ഇതാണ് വഴി. അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ വ്യൂ പോയിന്റ്. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായി, നല്ല വെയിലായി, പിന്നെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഈ കാണുന്നതേ ഉള്ളൂ. ഇനി കാണാൻ അടിപൊളി സന്ധ്യ സമയത്താണ്. സന്ധ്യ സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ നോക്കുമ്പോൾ താഴെ ഫുള്ള് ലൈറ്റ് ഒക്കെ കാണാം, നല്ല രസമാണ്, നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിരിക്കുന്നു. അമ്പലത്തിന് അകമൊന്നും കാണിക്കില്ല, നമ്മൾ വെളിയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ല വെയിലുണ്ട് കേട്ടോ, മഞ്ഞൊക്കെ പോയി. മഞ്ഞൊക്കെ കാണാന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ മുതുക്ക വെയിൽ. ഇവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും പൊങ്കാല, അവിടെ ആളുകളെല്ലാരും പൊങ്കാല ഇടുമായിരുന്നു. ഒത്തിരി പേരും പൊങ്കാല ഇട്ടിട്ട് പോയി. നല്ല വെയിലായില്ലേ. ഇപ്പോഴും വെയിലുള്ള സമയത്ത് വന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ചൂടാണ്. പൊങ്കാലയുടെയും എല്ലാത്തിൻ്റെയും ഭയങ്കര ചൂടാവും. പിന്നെ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് കഞ്ഞി കുടിക്കാനുള്ള പോക്കാണ്. കഞ്ഞി കുടിക്കാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പുറത്ത് വന്ന് വാർപ്പെന്ന് കോരി എടുക്കുക. അപ്പോഴത്തേക്കും ഞാൻ പാത്രമൊക്കെ കഴുകി കരണ്ടി എല്ലാം ഒക്കെ എടുത്ത് അവിടെ തന്നെ കഞ്ഞി കുടിക്കാനുള്ള പാത്രവും കരണ്ടിയും എല്ലാം അവർ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് കഞ്ഞി കുടിക്കാൻ നേരത്ത് കഴുകി എടുത്താൽ മതി. ഇങ്ങനെ കഞ്ഞി കൊണ്ടുവന്ന്, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കഞ്ഞി, സ്പെഷ്യൽ കഞ്ഞി. ഇതിൻ്റെ അകത്ത് പയറും എല്ലാം ഉണ്ട്, കടല, വറ്റൽമുളക്, പിന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം കൂടെ ചേർന്ന കഞ്ഞിയാണ്. ഞങ്ങൾ വീട്ടിലത്തേക്കും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലത്തേക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് കഞ്ഞി ഞങ്ങൾ വീട്ടിലേക്ക്, ഇവിടെ എല്ലാവരും വീട്ടിലത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. സൺഡേ മാത്രമല്ല, 1-ാം തീയതി ഇവിടെ കഞ്ഞിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളിലും കഞ്ഞിയാണ്. ഇങ്ങനെ നമ്മൾ കഞ്ഞി കുടിക്കാൻ ഇരുന്നു കേട്ടോ. നല്ല ചൂടായിരുന്നു, നല്ല ചൂടെന്ന് വെച്ചാൽ നല്ല ചൂടായിരുന്നു. കഞ്ഞി അച്ചാറൊക്കെ കൂട്ടി നമ്മളങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു. തൊഴുതിട്ടൊക്കെ ഇറങ്ങി കഞ്ഞിയൊക്കെ കുടിച്ചെല്ലാം കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ പണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ കുഞ്ഞില്ലേ, അപ്പോൾ ഇതുപോലെ നമ്മൾ ആഗ്രഹം ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ മാല പോലെ കെട്ടി 101 തവണ 1001 തവണ അങ്ങനെ ഓരോ തവണ ഇങ്ങനെ പറയും. അമ്മ ഇത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇത്ര വട്ടം 1001 തവണ ഓം നമ ശിവന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ, ഓം നമ ശിവായ എന്ന് എഴുതി അവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കുമായിരുന്നു. മുറുക്കാനും അതുപോലെ മദ്യമൊക്കെ വയ്ക്കുന്നവരുണ്ട്. ഞാൻ ഇറക്കം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇതാണ് ഇറങ്ങി വരുന്നത് കേട്ടോ. നമ്മൾ കയറി വന്നില്ലേ, അതിൻ്റെ ഇറക്കം. ഇതാണ് ഇവിടുത്തെ സ്കൂൾ കേട്ടോ, കണ്ണങ്കോട് സ്കൂൾ. കാണത്തൊന്നുമില്ല, ഇപ്പൊ പണിയൊക്കെ നടക്കും. ഇല്ല ഞാൻ ഇവിടെ അല്ല അടിച്ചോ, ഞാൻ ചെറു സ്കൂളിലാണ് പഠിച്ചത്. അതൊരു പറയുന്നത് ഇതെന്റെ അമ്മയൊക്കെ പഠിച്ച സ്കൂളാണ്. ഇത് പണ്ട് ഓടിട്ടതായിരുന്നു, ഒറ്റ കെട്ടിടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നു, 3-4 കെട്ടിടങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ വന്ന വഴിയല്ല കേട്ടോ, ഇത് ഒരുപാട് വഴിയുണ്ട് കേട്ടോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു പോകാനും വരാനും ഒക്കെ ആയിട്ട്. ഇനി നമ്മൾ എൻ്റെ അനിയത്തി ഡെലിവറി കഴിഞ്ഞ് നടക്കും. അപ്പോൾ അവളുടെ കുഞ്ഞാവെ കാണാൻ പോണം. മോളാണ് മോള് കുഞ്ഞാവെ കാണാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇതുവഴി പോണം. ഇതുവഴി അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഇതുവഴി പോവാം. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതുവഴിയൊക്കെ കുഞ്ഞു ഊടൂട് വഴിയെല്ലാം ഉണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ നമുക്ക് നടന്നൊക്കെ എൻ്റെ വീട്ടിൽ പോകാൻ പറ്റും. ഇങ്ങനെ ബൈ റോഡ് വഴി തന്നെ പോകണമെന്നില്ല. ഇതുവഴിയൊക്കെ കുഞ്ഞു ഇട വഴികളുണ്ട്. അതുവഴിയൊക്കെ നമുക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിൽ പോവാം, ഈ പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോവാം, എല്ലാവരുടെ വീട്ടിലും പോവാം. ഇന്ന് ഒത്തിരി പരിപാടികളുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്നിട്ട് നമ്മളൊരു താമരക്കുളമുണ്ട്, താമരക്കുളമായിട്ടൊന്നും അല്ല, താമര നട്ടേക്കുന്നൊരു ബക്കറ്റ്, ആ സാധനം എടുത്ത് മാറ്റി റീപ്ലാന്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഫുള്ള് ബിസിയാണ്. ആകെ ഒരു ഞായറാഴ്ചയാണ് കുട്ടു വീട്ടിൽ വരുന്നത്. ശനിയാഴ്ച ആയിരുന്നു വൈകിട്ടാണ് അവിടെ നിന്ന് വരുന്നത്, ജോലി സ്ഥലത്തു നിന്ന് വരുന്നത്. ഞായറാഴ്ച ഒരു ദിവസം ഫുള്ള് വർക്കായിരിക്കും, ഫുള്ള് വർക്ക്. ഞാൻ പിന്നെ രാവിലെ തൊട്ട് ഇങ്ങനെ ചാർട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ഇങ്ങനെ ഓരോ വഴിക്ക് പിന്നെ പോകണം. 7 ദിവസത്തെ കാര്യങ്ങളെല്ലാം കൂടെ എല്ലാം ചേർത്ത് ഒറ്റ ദിവസം ചെയ്യാൻ പറ്റൂ. ഉള്ളതിൻ്റെ ഒന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ, ഇല്ലാത്ത ദിവസം ചെയ്യാൻ പറ്റൂല്ലോ.
നമുക്കില്ല ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഒരു ലാഗ് വരുന്നതിന്റെ കാര്യം ഇതാണ്. ഞായറാഴ്ച ദിവസങ്ങളിലെ കുട്ടി ഇവിടെ കാണാറുള്ളു. അപ്പോഴ് അന്നൊരു ദിവസത്തിലാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ യാത്ര വരുന്നത്. സ്ഥിരം വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ വ്ളോഗും ഒക്കെ കാണാമായിരുന്നു. പക്ഷെ ഒരു ദിവസമല്ലേ പുള്ളി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ യാത്രകൾ വരുന്നത്. ഏട്ടായി വർക്ക് ചെയ്യുന്നത് അങ്ങ് കോട്ടയത്താണ്. ഇപ്പോൾ ട്രാൻസ്ഫറായി ഇങ്ങോട്ടത്തേക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും വീട്ടിൽ വരാൻ പറ്റത്തില്ല. അവർക്ക് അവിടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ നിന്നേ പറ്റും. ഇതാണ് കേട്ടോ കുഞ്ഞിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. ഞങ്ങളെ കുടുംബ വീട് ഇവിടെയായിരുന്നു, അതായത് അച്ഛൻ്റെ ഫാമിലി. നല്ല കുലുക്കം ഉണ്ടല്ലേ, റോഡ് അങ്ങനത്തെ ആയതുകൊണ്ടാണ് കുലുക്കം ഉള്ളത്. അപ്പോഴേ നമ്മൾ കുഞ്ഞാമേനെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയേട്ടാ. നമ്മളിനി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അതുകൂടെ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് പിന്നെ കുറേ പരിപാടികൾ പറഞ്ഞില്ലേ, താമരയുടെ അത് വൃത്തിയാക്കണം. അല്ലാതെ കുറച്ച് ഇപ്പോഴത്തെ ഈ മഴയിലും കാറ്റത്തും ഒത്തിരി പച്ചവളവും മറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ചാഞ്ഞു പോയി. അതിനി എല്ലാം മണ്ണിട്ട് നൂത്ത് കെട്ടേക്ക് വേണം. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം മൊത്തം അങ്ങനെ അങ്ങ് പോകും. പിന്നെ നാളെ നേരം വിളിക്കുമ്പോഴത്തേക്കും ഇട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ വീട്ടിൽ കാണും. പിന്നെ അടുത്ത ഞായറാഴ്ച അതാണ് സംഭവം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അമ്പലത്തിലൊക്കെ പോയി കുഞ്ഞാവെ കണ്ടു. പിന്നെ ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോയി. എല്ലാവരും നടന്നേന്നുമില്ല. ചാർട്ട് പ്രമാണിച്ച് ഇനി ഒരുപാട് കാര്യങ്ങൾ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. മഴയൊക്കെ ആയിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.